കൊള്ളേ അഹ്മദിന്റെ ഖദീജ പോയേ മനസ്താപമാ മഹിമൻ നബി മനോദുഃഖമാ ഇരിക്കലായി അഹദവന്റെ സുമർഗം കൊള്ളേ അഹ്മദിന്റെ ഖദീജ പോയേ നബി ഇരുന്നു പള്ളിയിൽ ആകെ തടിയും തളർന്നു ജീവിൽ നബി ഇരുന്നു പള്ളിയിൽ ആകെ തടിയും തളർന്നു ജീവിൽ ദീനുരയ്ക്കും സമയത്തിൽ ത്വാഹ തന്റെ നയനം വാർന്നു ദീനുരയ്ക്കും സമയത്തിൽ ത്വാഹ തന്റെ നയനം വാർന്നു അഹദവന്റെ സുവർഗം കൊള്ളേ അഹ്മദിന്റെ ഖദീജ പോയേ അഹദവന്റെ സ്വർഗ്ഗലോകത്തിലേക്ക് അഹ്മദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബിബി തിരിച്ചു. വേദനയും സങ്കടവും തികട്ടി വന്ന ഒരു മരണമായിരുന്നു ഖദീജ ബിബിയുടെ മരണം. ദിവസങ്ങൾ കുറച്ചു കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനടിയിലിരിക്കെ ദീനിന്റെ പാഠങ്ങൾ വഹീന്റെ സന്ദേശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് അവരോട് മുത്തുനബി ഇങ്ങനെ പറഞ്ഞു, സഹാബ, ദീന് വളരാൻ ദീനിന്റെ ആവശ്യങ്ങൾക്ക് സമ്പത്ത് അനിവാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ അത് സദഖ ചെയ്യണം. സമ്പത്തുണ്ടെങ്കിൽ സദഖ ചെയ്യണമെന്ന് മുത്തുനബി പറഞ്ഞിട്ട് പിന്നെ അതിനപ്പുറത്തൊരു മറുപടി ഒരു വാക്ക് പറയാതെ അല്ലാഹുവിന്റെ ഹബീബ് മണ്ണിലേക്ക് നോക്കിയിരുന്നു. കൈയിങ്ങനെ ചേർത്ത് പിടിച്ച് മണ്ണിലേക്ക് നോക്കിയിരുന്നു മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ദീന് പറഞ്ഞു കൊടുക്കുമ്പോൾ, പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, പ്രസംഗം നടത്തുമ്പോൾ വലത് കൈയിന്റെ ഉള്ളം കൈ കൊണ്ട് ഇടത് വിരലിന്റെ പള്ളങ്ങനെ പിടിക്കുമല്ലോ, ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാകട്ടെ. മുത്തുനബി ഇങ്ങനെ പിടിച്ചിട്ട് കണ്ണുനീരോടെ ഇങ്ങനെ ഇരുന്നു, താഴേക്ക് നോക്കിയിട്ട്. സഹാബത്ത് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. എന്തേ റസൂൽ ഒന്നും പറയാത്തത്? എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ പുണ്യനബിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. കണ്ണുനീര് മെല്ലെ മെല്ലെ താടി രോമങ്ങളിലേക്ക് അലിച്ചിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. റസൂലുള്ളാഹി സങ്കടത്തിലാണെന്ന് കണ്ടപ്പോൾ സഹാബത്ത് അതിനേക്കാൾ സങ്കടമായി. അവർ പുണ്യനബിയോട് വേദനയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങക്ക് എന്തു പറ്റി? യാ ഹബീബേ, താങ്കൾ എന്തിനാ കരയുന്നത്? സഹബ, എന്റെ ഖദീജ, എന്റെ പ്രിയപ്പെട്ട ഖദീജ, സമ്പത്ത് സദഖ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോ ഞാൻ എന്റെ ഖദീജയെ കുറിച്ച് ഓർത്തു പോയി. സഹബ, മക്ക പട്ടണത്തെ വിലക്ക് വാങ്ങാൻ സമ്പത്തുള്ള എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, അത് മുഴുവൻ എന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. സമ്പത്ത് മുഴുവൻ എന്നെ ഏൽപ്പിച്ചു. അത് മുഴുവൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സദഖ ചെയ്ത് പാവങ്ങൾക്ക് കൊടുത്തു. അവസാനം എന്റെ ഖദീജ മരിച്ചിട്ട് കിടന്നൊരു കിടപ്പുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് ഖദീജ മരിച്ചു കിടന്നൊരു കിടപ്പുണ്ട്. റളിയല്ലാഹു അൻഹു.